നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ കോൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ചിലപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് പരമായിട്ടുള്ള കോൾ ചെയ്യുന്ന സമയത്തോ നമുക്ക് നമ്മളുടെ ആ ഒരു സംസാരിക്കുന്ന കോൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മളിങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലുന്ന സമയത്ത് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ നിങ്ങളുടെ ഇമെയിൽ അല്ലെങ്കിൽ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന് അപ്പുറത്തുള്ള ആൾ അറിയുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. അപ്പം നമ്മൾ ആ ചെയ്യുന്ന കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് റെക്കോർഡ് ചെയ്യുന്നുള്ള നോട്ടിഫിക്കേഷൻ എത്താതെ തന്നെ എങ്ങനെയാണ് കോൾ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നത്. കൂടുതൽ ഒരു അക്കൗണ്ടോടൊന്ന് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നത്. നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞില്ല എന്നിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു തെളിവായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ കോൾ റെക്കോർഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മളിങ്ങനെ ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് നോട്ടിഫിക്കേഷൻ ഒരിക്കലും എത്താതെ തന്നെ കോൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മൾ ഇതിങ്ങനെ ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കോളും റെക്കോർഡ് ചെയ്യാൻ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് കോൾ റെക്കോർഡ് ആവുന്നത്. നമുക്ക് ആ തൽക്കാലം ആ ഒരു അനൗൺസ്മെൻറ്റ് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നും അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നും സിമ്പിളായിട്ട് നോക്കാം. നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് നോട്ടിഫിക്കേഷൻ എത്താതെ തന്നെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് TTSLX എന്നുള്ളത് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നമ്മൾ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ മെനുവിനകത്ത് ആപ്ലിക്കേഷൻ കാണാനൊന്നും സാധിക്കുന്നതായിരിക്കില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് TTSLX എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിനകത്ത് ടെക്സ്റ്റ് ടു സ്പീക്ക് എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ടു സ്പീക്ക് സെറ്റിംഗ്സ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പ്രിഫേർഡ് എഞ്ചിൻ എന്നുള്ളതിനകത്ത് സെലക്ട് ചെയ്യാം. പ്രിഫേർഡ് എഞ്ചിനകത്ത് സ്പീക്ക് റെക്കഗ്നൈസേഷൻ ആൻഡ് സിന്തസിസ് ഫ്രം ഗൂഗിൾ എന്നതിൻ്റെ അകത്ത് ആണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്ലിക്കേഷനായ TTSLX സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ചെയ്യുകയാണ് നമുക്ക് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതായത് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കോൾ ചെയ്യുന്ന സമയത്ത് കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു വോയിസ് ഇല്ലാതെ തന്നെ അതായത് നോട്ടിഫിക്കേഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി പറയാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.